मेरे प्यारे बच्चों सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കൾ അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തെത്തി. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമർ ഭാഗത്തുള്ള ഒരു ഭാഗമാണ് മാസ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് നോക്കാം. യെസ്, എന്താണിത്? യെസ് മക്കളെ, വിഭക്തി പ്രത്യയം അല്ലേ? യെസ്, പ്രപ്പോസിഷൻ അഥവാ വിഭക്തി പ്രത്യയം എന്ന് പറയുന്ന നമ്മുടെ ഗ്രാമർ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വിഭക്തി പ്രത്യയം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. എന്താണത്? ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീരുന്ന ഏതാനും ചില ശബ്ദരൂപങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. യെസ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് അല്ലെ വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഉപകാരപ്രദമായതാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഉപകാരപ്രദമായ ചില ശബ്ദം അല്ലെ ശബ്ദരൂപങ്ങളെയാണ് എന്ത് പറയുന്നത്, വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. വിഭക്തി പ്രത്യയങ്ങൾ പ്രധാനമായും എത്ര രീതിയിലുണ്ട്, എത്ര എണ്ണമുണ്ട്? യെസ്, 9 അല്ലെ. 9 എണ്ണമാണ് വിഭക്തി പ്രത്യയങ്ങൾ പ്രധാനമായിട്ടുമുള്ളത്. അപ്പൊ 9 വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. സിമ്പിൾ അല്ലേ? എന്താണ് പ്രപ്പോസിഷൻ എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയല്ലോ. യെസ്, ഇനി അത് 9 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. 9 എണ്ണം ഏതെല്ലാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ലളിതമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ സെറ്റ് അല്ലേ? യെസ്, നമുക്ക് ഓരോന്ന് നോക്കാം. നെ അല്ലേ, നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ചില വാക്കുകളുടെ കൂടെ ശബ്ദരൂപങ്ങൾ ചേരുമ്പോൾ നമുക്ക് വരുന്നതാണ് ഏത്, നെ എന്നുള്ളത്. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് ഏതാ, കോ അല്ലെ. കോ എന്ന് വരുന്നത് കോ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ചേർന്ന് വരുമ്പോൾ അതിന് എന്താണ് നമ്മൾ പറയുന്നത്, ക് ന് ലെ യെ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മറ്റു ഇതിനോട് കൂടി ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉച്ചരിക്കും. അതേപോലെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് എന്ത്, സെ അല്ലെ. സെ എന്ന് നമ്മൾ ഉച്ചരിക്കുക ചെയ്തപ്പോൾ ൽ നിന്ന് കൊണ്ട് അല്ലെ. അതേപോലെ മുതൽ, ആൽ നമ്മളൊക്കെ പറയാറുണ്ട്. ആൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, സെ എന്നുള്ളത്. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് കാ കെ കി അല്ലെ. കാ വരുന്നുണ്ട്, കെ വരുന്നുണ്ട്, കി വരുന്നുണ്ട്. ഇതെന്താണ്, ഇത് ഏതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇന്റെ, ഉടെ, ഉള്ള, ലേ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി കാ കെ കി നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അതേപോലെ പിന്നെ നമുക്ക് വരുന്നതാണ് മേം അല്ലെ. അല്ലെ, ഇതിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, മേം. അതേപോലെ പിന്നെ പർ, മുകളിൽ, മീതെ അല്ലെ, ഒന്നിന് മീതെ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഹിന്ദിയിൽ വിഭക്തി പ്രത്യയം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ, പർ എന്നുള്ളതാണ്. ഇനി നമുക്ക് വരുന്നത് എന്താ, കേലിയേ അല്ലെ, വേണ്ടി അല്ലെ, ഒരാൾക്ക് വേണ്ടി അല്ലെ. അപ്പൊ കേലിയേ എന്ന് വരുന്നത് ഏതാ, വേണ്ടി എന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേലിയേ എന്നുള്ളത്. അപ്പൊ ഏതെല്ലാമാണ്, നെ വരുന്നുണ്ട്, കോ വരുന്നുണ്ട്, സേ വരുന്നുണ്ട് അല്ലെ. അതേപോലെ കാ കെ കി, മേം, പർ, കെലിയെ. അങ്ങനെ 9 വിഭക്തി പ്രത്യയങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. 9 എണ്ണം ഏതെല്ലാം എന്ന് പറഞ്ഞു. അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. എന്താണ് അതിന് സിമ്പിൾ ആയിട്ട് മലയാളത്തിലുള്ള മീനിങ് എന്നും നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ വിഭക്തി പ്രത്യയങ്ങൾ എത്ര എന്നുള്ളത് നമ്മൾ പറഞ്ഞത് എത്ര, 9 ആണ്. 9 എണ്ണം ഏതെല്ലാം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഗ്രാമർ ഭാഗം, വിഭക്തി പ്രത്യയത്തിന്റെ ഗ്രാമർ ഭാഗം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 9 എണ്ണം ഉണ്ട് എന്നുള്ളത് അടിസ്ഥാനമായിട്ട് എല്ലാ മക്കളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയുമായി മാഷി വീണ്ടും വരും. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.